അങ്ങനെ കൺമണിയും സുജാതയും എല്ലാം സത്യം അറിയുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അതാണ് കാണിക്കുന്നത്. ധനലക്ഷ്മി സാഗറിനെ കുറ്റപ്പെടുത്തിയോട് നിൽക്കുകയാണെന്നുള്ള അത് കേട്ട് കൺമണിക്ക് നല്ല ദേഷ്യം വന്ന് കൺമണി പിന്നെ ധനലക്ഷ്മിക്ക് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഇങ്ങി ചേച്ചിയുടെ നാവിൽ നിന്ന് വല്ല വൃത്തികേട് ഇവർക്കെതിരെ വന്നാൽ ഞാൻ ആരാണെന്ന് ചേച്ചിയെ അറിയും. ഞാൻ ദൈവത്തെ പോലെ കാണുന്നവരാണ് സുജാത ആൻറ്റിയും സാഗർ സാറും. അവരെക്കുറിച്ച് ഇങ്ങി ചേച്ചി ഒരു അക്ഷരം മിണ്ടണ്ട, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ടോളാൻ പറയുകയാണ്. തുറന്ന് ധനലക്ഷ്മി കൺമണി എന്ന് കളിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. തുറന്ന് കൺമണി ധനലക്ഷ്മി പോയ ശേഷം ശ്രീനി പിന്നെ സാഗറിനോട് സുജാതിയോട് ധനലക്ഷ്മി പറഞ്ഞൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, അവള് ആരെക്കുറിച്ചും ഇതുപോലെ വൃത്തികേട് മാത്രമേ പറയൂ എന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് സാഗർ പിന്നെ ശ്രീനിയോട് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, ധനലക്ഷ്മിയുടെ നാവിൽ നിന്ന് എന്തായാലും തേനും പാലൊന്നും ഒഴുകില്ല എന്ന് ഞങ്ങൾക്കറിയാം, ധനലക്ഷ്മി ഉദ്ദേശിക്കുന്നത് എന്താണെന്നും ഞങ്ങൾക്കറിയാം, എന്തായാലും കൃഷ്ണൻ്റെ മകൻ തന്നെയാണ്, ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, കൃഷ്ണൻ്റെ പെണ്ണാണ് കൺമണി, കൃഷും കൺമണിയും തമ്മിലുള്ള വിവാഹം വൈകാതെ തന്നെ നടക്കുമെന്ന് പറയുകയാണെന്നുള്ളത് കേട്ട് ശ്രീനിക്കും കൺമണിക്കൊക്കെ സന്തോഷമാവുകയാണ്. തുറന്നു കാണിക്കുന്ന വരുണും മാനസയും കൂടിയുള്ള പുതിയൊരു ഗൂഢാലോചനയാണ്. മാനസ ഇനി കൃഷ്ണി സാഗറിനും ഉള്ള അടുത്ത പണിയെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. തുറന്ന് വരുൺ പിന്നെ മാനസയോട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് മാനസ പിന്നെ വരുണോട് ഇപ്പോൾ കൺമണിയുടെ വീട്ടുകാർക്ക് വരുൺ ഇപ്പോൾ ദൈവത്തെ പോലെയാണ്, അവരുടെ മനസ്സിൽ ഇപ്പോൾ വരുണിനെ കുറിച്ച് നല്ല ഇമേജാണ്, ഇത് നീ ശരിക്കും ഉപയോഗിക്കണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ മാനസയോട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഈ കൃഷ് നമ്മൾ വിചാരിച്ച പോലെയല്ല, അവനോട് കത്ത ബുദ്ധിയാണ്, അവൻ ഇപ്പോൾ തന്നെ കൺമണിയുടെ മുറിയിൽ ആ ഫയൽ എങ്ങനെ വന്നിട്ടുണ്ടാകുമെന്ന് ഉള്ളൊരു അന്വേഷണത്തിലായിരിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ അത് ഓർത്തൊന്നും വരുൺ പേടിക്കേണ്ട കാര്യമില്ല, കാരണം അത് വരുണാണല്ലോ കൊണ്ടുവച്ചത്, മാനസിക പേടിക്കേണ്ട കാര്യമില്ലല്ലോ, അതിനെക്കുറിച്ചൊന്നും വരുൺ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ജയമോഹൻ വരികയാണ്. തുടർന്ന് ജയമോഹൻ പിന്നെ വരുൺ ഒരു ധൈര്യം കൊടുക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത കളി എന്ന് പറയുന്നത് വരുണും കൺമണിയും തമ്മിലുള്ള വിവാഹമാണെന്ന് പറയുകയാണ്. ഇപ്പോൾ കൺമണിയുടെ വീട്ടുകാർക്ക് കൃഷ്ണനെക്കാട്ടും മതിപ്പ് ഇപ്പോൾ വരുണെ കുറിച്ചാണെന്ന് പറയുകയാണ്. ഇത് നമ്മൾ ശരിക്കും ഉപയോഗിക്കണം. കൃഷ്ണസാഗറിന്റെ മകനല്ല എന്നറിഞ്ഞിട്ടും കൺമണി കൃഷ്ണനെ വിട്ടു പോയില്ല, അവിടെയാണ് നമുക്ക് പാളിയത്. എന്തുകൊണ്ടായിരിക്കും കൺമണി കൃഷ്ണനെ വിട്ടു പോകാഞ്ഞത്? കൃഷ്ണന്റെ പേരിൽ സാഗർ കോടികളുടെ സമ്പത്ത് വാരിക്കൂട്ടിയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് കൺമണി കൃഷ്ണനെ ഉപേക്ഷിക്കാഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ അടുത്ത പ്ലാൻ സാഗറിനെ ഇല്ലാതാക്കണം, സാഗറിനെ പാപ്പരാക്കണം, സാഗറിൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനുണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ കൺമണി കൃഷ്ണനെ ഇട്ടിട്ട് പോയിക്കോളുമെന്ന് പറയുകയാണ്. അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, സാഗറിന് കടം കൊടുത്തിട്ടുള്ള ഫിനാൻസിയേഴ്സിനെല്ലാം ഞാൻ ഇപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്, നാളെ തന്നെ അവർ അലിയിൽ ചെന്ന് സാഗറിനോട് അവർ കൊടുത്ത കാശ് തിരികെ ചോദിക്കും, അതോടുകൂടി സാഗറിന് ഞാൻ പറഞ്ഞ ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വരും. അവരുടെ കാശ് കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി അലിഗയുടെ എല്ലാ ഷെയറും സാഗർ എനിക്ക് തരും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്നുള്ളത് കേട്ട് വരുൺ സന്തോഷമാവുകയാണ്. തുടർന്ന് വരുൺ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ജയമോഹൻ ഞങ്ങളെ പണ്ടേ പരിചയപ്പെടേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെളുപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് വരുൺ. തുറന്ന് കാണിക്കുന്ന സുജാതയാണ്. സുജാത കൺമണിയുടെ വീടിൻ്റെ പുറത്ത് നല്ല ഗൗരവത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് കൺമണി സുജാതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് സുജാത പിന്നെ കൺമണിയോട് മോള് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി എന്താണ് അമ്മ അങ്ങനെ ചോദിച്ചതെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. ആ ഫയലിൻ്റെ കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. സത്യമായിട്ടും ആ ഫയലിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിച്ചത്, ഈ വീടിനെ പറ്റിയാണ്, നമുക്കിടയിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നീ ആൻറ്റിയമ്മയോട് ഫോണിൽ സംസാരിച്ചല്ല ഞാൻ കേട്ടു, എന്താണ് അതിൻ്റെ വാസ്തവമെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി. എന്തുകൊണ്ടാണ് ആൻറ്റിയമ്മ നമ്മുടെ കമ്പനിയുടെ ഷെയർ മാനസയുടെ അച്ഛൻ്റെ പേരിലേക്ക് മാറ്റിയതെന്ന് ചോദിക്കുകയാണ്. എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കൺമണി. തുടർന്ന് സുജാത വീണ്ടും കൺമണിയോട് അതിനെക്കുറിച്ച് തന്നെ ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ സുജാതയോട് എനിക്കിത് അമ്മയോട് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുകയാണ്. കാരണം ഞാൻ ആൻറ്റിയമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, ആൻറ്റിയമ്മ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ അതേക്കുറിച്ച് പറയാമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാവുകയാണ്, എന്തോ വലിയ ഗൗരവമുള്ള കാര്യമാണെന്നുള്ള കാര്യം സുജാതയ്ക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് സുജാത പിന്നെ കൺമണിയോട് പോട്ടെ, ഞാൻ നീ ചോദിച്ചത് കേട്ട് നീ വിഷമിക്കേണ്ട എന്ന് പറയുകയാണ്. എനിക്കറിയാം നീ ആൻറ്റിയമ്മയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അത് നിറവേറ്റുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ട് നീ അതോർത്തൊന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് സുജാത. തുറന്നു കാണിക്കുന്ന സുജാത വീട്ടിലെത്തിയ ശേഷം ആൻറ്റിയമ്മയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആൻറ്റിയമ്മ കൺമണിയോട് ഫോണിൽ സംസാരിച്ച് ഞാൻ കേട്ടു, ഞാൻ ഇന്ന് പോയിട്ട് കൺമണിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലുള്ള വലിയ രഹസ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് പതറി നിൽക്കുകയാണ് മറുപടിയില്ലാതെ ആൻറ്റിയമ്മ. തുടർന്ന് സുജാത വീണ്ടും ആൻറ്റിയമ്മയെ നിർബന്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആൻറ്റിയമ്മ അങ്ങോട്ടൊരു തീരുമാനം എടുത്തത്, എങ്ങനെയാണ് ആൻറ്റിയമ്മയ്ക്ക് അങ്ങോട്ട് തീരുമാനം എടുക്കാൻ സാധിച്ചതെന്ന് ചോദിക്കുകയാണ്. ആൻറ്റിയമ്മ ഇങ്ങനെ സാഗറിനെ ഇല്ലാതാക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. സാഗറിന് ഇങ്ങനെ
ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് എന്തിനാണെന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ആൻറ്റിയമ്മ പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുജാതയോട് ആ വലിയ രഹസ്യം പറയുകയാണ്. നീ എന്താണ് സുജാത കരുതിയത്? എനിക്കെൻ്റെ അനിയൻകുട്ടനായിട്ടും വലുതാണ് മാനസയുടെ അച്ഛനുമെന്ന് നീ കരുതിയെന്ന് ചോദിക്കുകയാണ്. എന്നെ ചതിയിൽ പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഉണ്ടായ കാര്യങ്ങളെല്ലാം ആൻറ്റിയമ്മ സുജാതയോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഷോക്കായി നിൽക്കുകയാണ് സുജാത, എന്ത് പറയണമെന്നറിയാതെ. തുടർന്ന് ആൻറ്റിയമ്മ പിന്നെ സുജാതയോട് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. കൃപയെ ഇല്ലാതാക്കാൻ ഞാൻ കൂട്ടു നിൽക്കണോ? കൃപയ്ക്ക് വേണ്ടി നമ്മുടെ വീട്ടിന് വേണ്ടിയുമാണ് ഞാൻ ഇത്രയും വലിയൊരു തീരുമാനമെടുത്തത്. മനസ്സോടുകൂടി ഇങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഈ കാര്യം സാഗറിനോടോ കൃഷ്ണനോടോ പറയരുത്. അവർ രണ്ടുപേരും ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ ഇതെല്ലാം കേട്ട് ഷോക്കായി നിൽക്കുകയാണ് സുജാത. തുടർന്ന് സുജാത ആൻറ്റിയമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരയുകയാണ്. എന്നാൽ ഈ സമയത്ത് ഈ കാഴ്ച കണ്ടുകൊണ്ട് മുകളിൽ നിന്ന് കൃപ വരികയാണ്. കൃപയ്ക്ക് ഈ കാഴ്ച കണ്ട് നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് കൃപ പിന്നെ ആൻറ്റിയമ്മയോട് ദേഷ്യപ്പെടുകയാണ്. അമ്മ ആൻറ്റിയമ്മയുടെ ഈ കള്ളക്കരച്ചിൽ കണ്ട് അമ്മ തോറ്റുപോയോ എന്ന് ചോദിക്കുകയാണ്. അമ്മ എന്തിനാണ് ആൻറ്റിയമ്മയെ ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കൃപ ആൻറ്റിയമ്മയോട് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ അച്ഛനെ ചതിച്ചവളാണ് ആൻറ്റിയമ്മ എന്നൊക്കെ പറഞ്ഞ് ആൻറ്റിയമ്മ ഇങ്ങനെ മാക്സിമം കുത്തുകയാണ്. എന്നാൽ അത് കണ്ട് ദേഷ്യം വന്ന സുജാത കൃപയുടെ മുഖത്തിട്ട് രണ്ട് പൊട്ടിക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൃപ ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മുകളിൽ നിന്ന് സാഗർ ഇറങ്ങി വരികയാണ്. അടികൊണ്ട് നിൽക്കുന്ന കൃപയെ കണ്ട് സാഗർ പിന്നെ ഇവരോട് എന്ത് പറ്റി, എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃപ പിണങ്ങിക്കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് നല്ല ദേഷ്യത്തിൽ സുജാത പിന്നെ സാഗറിനോട് കൃപ ആൻറ്റിയമ്മയോട് വളരെ മോശമായി സംസാരിച്ചു, പറയാൻ പാടില്ലാത്ത കാര്യം പറഞ്ഞു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറിനൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. തുടർന്ന് സുജാത നല്ല ഗൗരവത്തിൽ അവിടുന്ന് പോവുകയാണ്. പിന്നാലെ തന്നെ ആൻറ്റിയമ്മയും പോവുകയാണ്. എന്നാൽ ഇതെല്ലാം കണ്ട് സാഗറിന് എന്തൊരു പന്തികേട് തോന്നുകയാണ്. എന്തോ ഞാൻ അറിയാത്ത കാര്യം ഇവിടെ നിന്ന് കത്തുന്നുണ്ടെന്ന് സാഗറിന് മനസ്സിലാവുകയാണ്. തുടർന്ന് കൃപ മുറിയിലെത്തിയ ശേഷം മുഖത്ത് കൈവച്ചുകൊണ്ട് ഇരുന്ന് കരയുകയാണ്. തുടർന്ന് കാണിക്കുന്ന കൃഷും ദേവ്ജിയുമാണ്. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കൺമണിയുടെ മുറിയിൽ വന്ന ഫയലിനെ കുറിച്ചാണ്. വരുണെ കുറിച്ച് സംസാരിക്കുകയാണ്. എങ്ങനെയാണ് വരുൺ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കൺമണിയെ ഇറക്കിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വരുൺ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അവിടെയുള്ള കൺമണിയുടെ ഫോണിലേക്ക് വരുൺ ഒരു കോൾ വരികയാണ്. തുടർന്ന് കൃഷിൻ്റെ അടുത്തേക്ക് കൺമണി ആ ഫോൺ കൊണ്ടുവരികയാണ്. തുടർന്ന് കൃഷ് സ്പീക്കർ ഫോണിലിട്ട് സംസാരിക്കാൻ പറയുകയാണ്. നീ വരുണോട് നല്ല സോഫ്റ്റായിട്ട് സംസാരിക്കാൻ പറയുകയാണ്. വരുൺ ഒരു മണ്ടനാണ്, ചിലപ്പോൾ അവൻ സത്യം പറയും. തുടർന്ന് കൺമണി ആ ഫോൺ എടുക്കുകയാണ്. തുടർന്ന് വരുൺ പിന്നെ കൺമണിയോട് കൺമണി സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ വരുണെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാലും എൻ്റെ വരുണെ നിനക്ക് ഒടുക്കത്തെ ഹോൾഡാണല്ലോ, നിനക്ക് പോലീസിലൊക്കെ ഇത്രയും ഹോൾഡ് ഉണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ ഇതൊക്കെ എന്ത്, എനിക്ക് പോലീസിൻ്റെ തലപ്പത്ത് വരെ ഹോൾഡ് ഉണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ്. തുടർന്ന് വരുൺ പിന്നെ കൺമണിയോട് അമ്മായിമാരെ കുറിച്ച് ചോദിക്കുകയാണ്. അമ്മായിമാർ എന്തൊക്കെ പറയുന്നു എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൺമണി അമ്മായിമാരിപ്പോൾ വരുണിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. എൻ്റെയും വരുണിൻ്റെയും കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്ന് നടക്കുകയാണ് ശാന്തമ്മായി എന്താണ് അങ്ങനെ പറയുന്നത് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ പിന്നെ കൺമണിയോട് അത് ഞാൻ കൺമണിയെ നേരിട്ട് കാണുമ്പോൾ ഞാൻ കൺമണിയോട് തന്നെ നേരിട്ട് പറഞ്ഞോളാം എന്ന് പറയുകയാണ്. തുടർന്ന് വരുൺ പിന്നെ കൺമണിയെ കല്യാണം കഴിക്കാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. തുടർന്ന് കൺമണി പിന്നെ വരുണോട് ഈ ശാന്തമായി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ഈ വരുണുമായിട്ടുള്ള കല്യാണം നടത്താൻ ശാന്തമായാണ് ഇപ്പോൾ മുൻപന്തിയിലുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങനെ? വരുൺ ശാന്തമായി നേരിട്ട് കണ്ട് എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് വരുൺ ഒന്ന് ചിരിച്ചുകൊണ്ട് കൺമണി ഞാൻ ശാന്തമായി ഒന്നും നേരിട്ട് കണ്ടില്ല എന്ന് പറയുകയാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരുടെയും കല്യാണം നടത്തുമെന്ന് ശാന്തമായി ചിലർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ ആ മറുപടി കേട്ട് കൃഷും ദേവ്ജിയും കൺമണിക്ക് ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ വരുണിൻ്റെ നാവിൽ നിന്ന് സത്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുണുള്ള ഇഞ്ചി മിഠായി നാളെ കിട്ടും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.